MLA-യുടെ പ്രൈഡ് അനുമോദന പരിപാടി കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. വി. കുഞ്ഞികൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പ്രൈഡ് മണ്ഡലപരിധിയിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ബിരുദ പരീക്ഷയിൽ റാങ്ക് നേടിയവരെയും അനുമോദിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ഈ പരിപാടി നടത്തേണ്ടി വന്നതുകൊണ്ടുള്ള ഒരു പ്രയാസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം കുട്ടികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പ് ഈ പരിപാടി നടത്തണം എന്ന നിലയിൽ ഒരല്പം തിരക്ക് പിടിച്ച രീതിയിൽ ഈ ചടങ്ങ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ചില പോരായ്മകളും പരിമിതികളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാം. അത് സദയം ശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുക. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വി. കുഞ്ഞികൃഷ്ണൻ MLA-യുടെ അധ്യക്ഷതയിൽ നടന്ന മെറിറ്റോറിയ 26 പരിപാടി ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് IAS ഉദ്ഘാടനം ചെയ്തു. പഠിക്കാനും വായിക്കാനും വളരാനും മറ്റ് വിവിധ മേഖലകളിൽ നിന്ന് പ്രാവീണ്യം നേടി വന്നവരായിട്ട് സംവദിക്കാനും ഞങ്ങളുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരു 6-7 വർഷത്തിനുള്ളിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയാം. അതെല്ലാവരും നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഉൾപ്പെടെ, അത് അധികം മുമ്പുമല്ല, എൻ്റെ ചെറുപ്പകാലത്ത് ഉൾപ്പെടെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് അണുബോംബിനെ കുറിച്ച് എഴുതി വരാനായിട്ട് അസൈൻമെൻറ്റ് തന്നപ്പോൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടറല്ല. അപ്പോൾ ആകെയുള്ളത് സർവ്വവിജ്ഞാനകോശം മാത്രമാണ്, എൻസൈക്ലോപീഡിയ മലയാളത്തിൽ. അപ്പോൾ നോക്കി അണു വരുന്ന ഭാഗം നോക്കി എന്താണ് അണു, എന്താണ് അണുബോംബ് നോക്കി എഴുതി കൊണ്ടുപോയി പകർത്തി എഴുതി അസൈൻമെൻറ്റിന് മാർക്ക് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? എന്താ അണുബോംബ്? ഇവിടെ വരാനായിട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന് അന്വേഷിക്കാൻ തോന്നിയാലും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എഡ്യൂക്കേഷണൽ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ മുഖ്യാതിഥിയായി. പയ്യന്നൂർ AEO MA അബ്ദുൽ ബഷീർ, BPC MV വിനോദ് കുമാർ, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ SM സന്തോഷ്, HM ഫോറം കൺവീനർ M ലക്ഷ്മണൻ, പദ്ധതി ജനറൽ കൺവീനർ K സുരേഷൻ, പദ്ധതി കോർഡിനേറ്റർ P സുധീഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ A+ നേടിയ AV സ്മാരക ഗവൺമെന്റ് HSS കരിവള്ളൂരിനുള്ള അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. And the award for the best job oriented college goes to Airborne. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. Airborne College of Aviation and Management Studies, Payyanur. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.